പാർട്ട് ടൈം ജോലി കിട്ടാനായിട്ട്, ചെയ്യാനായിട്ട് വിദ്യാർത്ഥികൾക്ക് എത്രത്തോളം സാധ്യമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് പാർട്ട് ടൈം ജോബ് എന്ന് മാത്രമല്ല, ഫുൾ ടൈം ജോബാണെങ്കിലും ഓസ്ട്രേലിയയിൽ ചെന്ന് കഴിഞ്ഞാൽ, ഇപ്പം ഞാനടക്കം ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ എത്രത്തോളം ട്രൈ ചെയ്യുന്നു എന്നതാണ് അതിൻ്റെ അകത്ത് അടിസ്ഥാനപരമായിട്ടുള്ളത്. നമ്മൾ വെറുതെ അവിടെ ചെന്നിട്ട് റൂമിൻ്റെ അകത്തിരുന്ന് നമുക്ക് ജോലിയൊന്നും ആര് കൊണ്ടെന്ന് നമുക്ക് തരില്ല. നമ്മൾ നന്നായിട്ട് അവിടെ അന്വേഷണം നടത്തിയാൽ പെട്ടെന്ന് തന്നെ പാർട്ട് ടൈം ജോബിലേക്ക്, ഏതെങ്കിലും ഒരു പാർട്ട് ടൈം ജോബിലേക്ക്, ഒരു ഇൻകം കിട്ടുന്ന പാർട്ട് ടൈം ജോബിലേക്ക് ഇവിടുന്ന് ഇന്ത്യയിൽ നിന്ന് പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ ഈസി ആയിട്ട് പെട്ടെന്നൊരു ജോലി കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം പാർട്ട് ടൈം ജോബ് എന്ന് പറഞ്ഞാൽ ഭൂരിഭാഗവും സ്കിൽഡ് വർക്കൊന്നും അല്ലല്ലോ. ഏതെങ്കിലും വല്ല മാക്ഡൊണാൾഡോ അതുപോലെ തന്നെ എന്താ പറയുന്ന ഈ KFCയിലോ അതുപോലെ തന്നെ എന്തെങ്കിലും കടകളിലോ പെട്രോൾ സ്റ്റേഷനിലോ അങ്ങനെയൊക്കെയുള്ള ജോബുകളൊക്കെയാണ്. അങ്ങനെയുള്ള ജോബിനൊക്കെ ഇഷ്ടംപോലെ വേക്കൻസികൾ, സാധ്യതകൾ അവിടെ ഉണ്ട്. പക്ഷേ പോകുന്ന കുട്ടി, എനിക്ക് അവരോടുള്ള അഡ്വൈസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരവിടെ ചെന്നിട്ട് വെറുതെ ഇരിക്കാതെ, ഇന്ന് കിട്ടും നാളെ കിട്ടും എന്ന് പറഞ്ഞിട്ട് വെറുതെ ഇരിക്കാതെ നമ്മൾ ഭയങ്കരമായിട്ട് അന്വേഷണം നടത്തി, എത്രയും പെട്ടെന്ന് അന്വേഷണം നടത്തിയാൽ അവർക്ക് എത്രയും പെട്ടെന്ന് ആ ജോലിയിലേക്ക് കയറി എത്തിപ്പെടാൻ പറ്റുകയും ചെയ്യും. അവർക്ക് അതിനനുസരിച്ച് ഇൻകം ജനറേറ്റ് ചെയ്യാനും പറ്റും.